ആ ഇന്ന് സ്മോള് കഴിക്കില്ലെന്ന് കരുതിയതാ. എന്ത് ചെയ്യാം, നീ ഇത്രയും വലിയൊരു സങ്കടത്തിൽ കഴിയുന്നത് കാണുമ്പോ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല സുധി. എനിക്ക് സങ്കടമൊന്നുമില്ല, ഏട്ടൊന്ന് പോയിക്കേ. എത്ര സങ്കടം ഇല്ലെന്ന് പറഞ്ഞാലും പക്ഷെ നിന്റെ മുഖം അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. നീ സ്നേഹിച്ച പെണ്ണ് ഏതോ ഒരു തെമ്മാടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതേ പെണ്ണിന്റെ അനിയത്തിയെ നീ കല്യാണം കഴിക്കുകയും ചെയ്തു. ചേച്ചിയെ പോലെ ഇവള് എപ്പോഴാണ് നിന്നെ കബളിപ്പിച്ച് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് ആർക്കറിയാം. ആ ഞാൻ പറയുന്ന കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട. ഒരു മുൻകരുതൽ എപ്പോഴും നല്ലതാണ്. ദിവ്യയ്ക്കും സത്യയ്ക്കും ഇടയിൽ കടലിന്റെയും ചെകുത്താന്റെയും നടുവിൽ പെട്ടതുപോലെ നീ നിൽക്കുന്നത് കണ്ടപ്പോ ദേ എന്റെ നെഞ്ച് തകർന്നു. അതുകൊണ്ടാ എന്റെ അനിയത്തി പൂജയെ ഞാൻ നിനക്ക് വേണ്ടി വെച്ച് നീട്ടിയത്. ആ ഒന്നും കൊതിച്ചിട്ടല്ലടാ, നീ നാണം കെടരുതെന്ന് മാത്രം കരുതി ചെയ്തതാ. എന്റെ വാക്കിനും പൂജയുടെ സ്നേഹത്തിനും പുല്ല് വില പോലും നീയോ നിന്റെ അച്ഛനോ തന്നില്ല. അനുഭവിക്കാനുള്ളത് നീ അനുഭവിച്ചു തന്നെയല്ലേ തീരൂ. ഞാൻ അനുഭവിച്ചോളാം. ദയവ് ചെയ്ത് ഏട്ടനൊന്ന് പുറത്തു പോ. ഓ ഞാൻ മറന്നു. ആ നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. ശരി, ഞാൻ ശല്യമാവുന്നില്ല. ആ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിന്നെ തേച്ചിട്ട് പോയതാ സത്യയുടെ ചേച്ചി. വിത്ത് ഗുണം ഇവളും കാണിക്കാതിരിക്കില്ലല്ലോ. സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. ശരി, ഞാൻ പോകുന്നു. പറയാൻ മറന്നു, മനോഹരമായൊരു ഫസ്റ്റ് നൈറ്റ് നിനക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ചുമ്മാ മധുരമുള്ളൊരു ഫസ്റ്റ് നൈറ്റ് നിനക്ക് ഞാൻ ആശംസിക്കുന്നു. സത്യക്ക് ജീൻസും ഷർട്ടും മാത്രമല്ല, സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. അതെ, എന്ന് വെച്ച് എല്ലാ ദിവസവും സാരി ഉടുപ്പിച്ചു തരാൻ എന്നെ കിട്ടില്ല കേട്ടോ. സുജിത നോക്കിയേ, സത്യക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ? ഉവ്വ്, തെങ്ങിൻ പൂവിന് ശീല ചുറ്റിയതുപോലെ ഉണ്ട്. ഒന്ന് പോ സുജിത. അമ്മേ ഇത് നോക്കമ്മേ, നല്ല ഭംഗിയില്ലേ സത്യ സാരി ഉടുത്ത് കാണാൻ. സാരി ഉടുക്കുമ്പോ മാത്രം ഭംഗിയുണ്ടായിട്ട് കാര്യമില്ലല്ലോ, പെണ്ണിന്റെ മനസ്സും വേണം. എന്തിന്റെ ഒരു കുറവുണ്ടല്ലോ. ആ മുല്ലപ്പൂ. ഓ, മുല്ലപ്പൂ വെക്കാൻ മാത്രം നീളമുള്ള മുടിയാണല്ലോ. വെറുതെ പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ ഓരോരോ ജന്മങ്ങള്. സുജിത, സത്യം മണിയറയിലേക്ക് കൊണ്ടാക്കേണ്ടത് നീയാ. ഞാനോ? പിന്നല്ലാതെ. സുധിയുടെ ചേച്ചി എന്ന നിലയ്ക്ക് അത് നിന്റെ കടമയാ. സത്യെ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചത് ഞാനല്ലല്ലോ, കാവേരി എടുത്തില്ലേ? അപ്പം മണിയറയിലേക്കും എടുത്തി എന്നെ കൊണ്ടുവിട്ടാ മതി. അപ്പോഴില്ലാത്ത കടമയൊന്നും ഇപ്പോഴും വേണമെന്നില്ല.
അതുപോലെയാണോ ഇത്? എനിക്കെല്ലാം ഒരുപോലെ തന്നെയാ. പെങ്ങന്മാരുടെ കടമയായത്. വേണമെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് വരാം. വേണ്ട, ഇനി അച്ഛന്റെ ആശീർവാദം കൂടെ വാങ്ങാൻ പോണ്ട കാര്യമില്ല. എടി, ഇങ്ങോട്ട് വാ. ഇങ്ങനെയാണോ ഒരാളെ മണിയറയിലേക്ക് വിളിച്ചോണ്ട് പോകുന്നത്? പിന്നെ എങ്ങനെയാണാവോ? ആനയിച്ചോണ്ട് പോണോ? മാഡം, ഒന്നും നടന്നാലും പാലെടുക്കണ്ടേ? അതൊക്കെ അടുക്കളയിലുണ്ടാവും, ഞാൻ എടുത്തു കൊടുത്തോളാം. എന്റെ കടമയല്ലേ. ഇങ്ങോട്ട് വാടി. ഈ സമയത്ത് ഇവൾക്ക് പകരം മണിയറയിലേക്ക് പോകേണ്ടവൾ എന്റെ പൂജയായിരുന്നു. ആ സ്ഥാനം തട്ടിയെടുത്ത ഇവള് ഇങ്ങനെ സന്തോഷത്തോടെ മണിയറയിലേക്ക് പോയാൽ ശരിയാവില്ല. ആദ്യ രാത്രി ഇവൾക്ക് കാളരാത്രി ആയിരിക്കണം. അതെ, ടെൻഷനുണ്ടോ? എന്തിന്? അല്ല, നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അത് തോന്നുന്നതാ. മണിയറയിലേക്ക് പോകുന്നത് ചിരിച്ചുകൊണ്ടായിരിക്കണം. എനിക്കറിയാം നിനക്കതിന് കഴിയില്ലെന്ന്. ചേച്ചിക്ക് പകരക്കാരിയായി ഇടിച്ചു കയറിയതിന്റെ ഒരു ചമ്മൽ എന്തായാലും നിനക്കുണ്ടാവും. എടി, ചേച്ചി ആരുടെ കൂടെയാ ഒളിച്ചോടിയത്? അല്ല, നിനക്ക് അറിയാതിരിക്കില്ലല്ലോ. രണ്ടുപേരും കൂടെ ചേർന്നുള്ള കളിയായിരുന്നോ? എന്തായാലും ഐഡിയ ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അവളുടെ കാമുകനെ കിട്ടുകയും ചെയ്തു, അനിയത്തിയുടെ ജീവിതം സേഫ് ആവുകയും ചെയ്തു. നിങ്ങളുടെ അമ്മ തന്ന ട്രെയിനിങ് ആവും അല്ലേ? അതോ അച്ഛമ്മയായിരിക്കോ? ആ തള്ള ഏതാണ്ട് മനപ്പാഠം പഠിച്ചതുപോലെ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടല്ലോ. എന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് അനാവശ്യം പറയരുത്. അയ്യോ, അതിന് ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ. ആശ്വസിപ്പിക്കുന്നതല്ലേ. കുടുംബത്തിന് ഇത്രയും വലിയൊരു മാനക്കേട് വന്നിട്ടും എങ്ങനെ ഇതുപോലെ ചിരിയും വരുത്തി പാലുമായിട്ട് മണിയറയിലേക്ക് പോകാൻ കഴിയുന്നു നിനക്ക്? ചേച്ചി, തിരിച്ചുപോയേ. അയ്യോ, അത് ശരിയാവില്ല. നിന്നെ മണിയറയിലേക്ക് കൊണ്ടുചെന്ന് ആക്കേണ്ട ചുമതല എനിക്കല്ലേ? ഈ വീട്ടുകാരോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് അച്ചമ്മ പറഞ്ഞത് ഓർത്തിട്ടാ. അല്ലെങ്കിൽ ഇവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിന്റെ ചേച്ചി ആരുടെ കൂടെയാ ഒളിച്ചോടിയതെന്ന് അന്വേഷിച്ചോ? എന്തിനാ അന്വേഷിക്കുന്നതല്ലേ? ചന്ത പെണ്ണുങ്ങളുടെ ഇടയില് ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. എന്റെ ഫാമിലിയിൽ എങ്ങനെയോ ആയിരുന്നെങ്കിലേ അപമാനം സഹിക്കാൻ പറ്റാതെ കൂട്ടത്തോടെ ചത്തേനെ എല്ലാവരും. അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ അതിനൊരു അഭിമാനം ഉണ്ടായിരുന്നു. അതിനെങ്ങനെയാ? മാനമുള്ളവർക്കല്ലേ അഭിമാനം ഉണ്ടാവുള്ളൂ.
കോളനിയിലെ ഏഴാം കൂലികൾക്ക് ഒളിച്ചോട്ടത്തിലും അവിഹിതത്തിലും ഒക്കെ എന്ത് അഭിമാനം ഉണ്ടാവാനാ അല്ലേ? ഇത് ആശ്വസിപ്പിക്കലാണോ അതോ ആളി കത്തിക്കലോ? മനസ്സിലായില്ല. ഇനി ഇതുപോലെ ഒരു വാക്ക് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ സത്യം ആരാണെന്ന് സുജിതയെടുത്തി മനസ്സിലാക്കും. നീ എന്നെ എന്ത് ചെയ്യുന്ന? സ്വന്തം അച്ഛനും അമ്മയ്ക്കും താലി കെട്ടിയ ഭർത്താവിനും തരാൻ പറ്റാത്തത് ഞാനങ്ങ് തരും. ഈ മുഖം അടച്ചൊന്ന് പൊട്ടിക്കാൻ ഒരു പ്രയാസവും സത്യക്ക്. ഡീ, നിന്റെ ഈ വിരട്ടല് കോളനിയിൽ മതി. എന്നോട് കളിക്കരുത്. ഇനി എന്തെങ്കിലും പറഞ്ഞ ചേച്ചിയുടെ സ്ഥാനമൊക്കെ അങ്ങ് മറന്ന് എനിക്ക് പ്രതികരിക്കേണ്ടി വരും. പല്ലടിച്ച് ഞാൻ താഴെയിടും. കണ്ണോ? പോ. പൊയ്ക്കോ. അപ്പോ ഒരു കാര്യം ഉറപ്പായി. എന്ത്? വിക്രമന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുള്ള കാര്യം. നല്ല ഭാര്യ ഭർത്തൃ ബന്ധത്തിന് പരസ്പര ധാരണ ഉണ്ടായിരിക്കണമെന്നല്ലേ? പാലെന്ന് പറഞ്ഞ് നീ എന്നെ വിഡ്ഢിയാക്കുമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി.
സുധി അത് തട്ടിക്കളയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പാല് തരാതിരുന്നത്. വിക്രമൻ ഈ പാല് കുടിക്കും. എനിക്ക് വേണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ വിക്രമൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചെന്ന് വരുത്തുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ കഴിച്ചാലും ഇല്ലെങ്കിലും നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ വിക്രമൻ ഈ പാല് കഴിക്കണം. നല്ല വിശപ്പ് കാണും. എനിക്ക് വേണ്ട. അതെ, വേണം. ഇത് വിക്രമൻ കഴിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം കാലിയായ ഗ്ലാസ് കൊണ്ട് തന്നത്. ഉള്ള പാല് നിലത്ത് തട്ടി ചീന്തിയാൽ വിക്രമന്റെ വയറ്റിലെത്തില്ലല്ലോ. ദാ, ഇത് കഴിക്കും പ്ലീസ്. വിശന്നിട്ട് വയ്യ, കഴിച്ചേക്കാം. പ്ലീസ് വിക്രമ. ബാക്കി വെച്ച ഇവിടെ കരുതും ഞാൻ ഇവൾക്ക് വേണ്ടി ബാക്കിയാക്കിയതാണെന്ന്. അത് വേണ്ട. ഇനി കിടന്നു. നീ ഇവിടെയാണ് കിടക്കുന്നത്? അതെ, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് കിടക്കുന്നത്. അതൊന്നും ശരിയാവില്ല. നീ വേണമെങ്കിൽ താഴെ പോയി കിടക്ക്. ഞാൻ ഈ ഭാഗത്ത് കിടക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നമുക്കേ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലോകത്തിൽ മറ്റൊരാളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എനിക്ക് എന്നെ നല്ല വിശ്വാസാ. എനിക്കും എന്നെ നല്ല വിശ്വാസമൊക്കെ തന്നെയാ. എങ്കിലേ ആ വിശ്വാസം വെച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ കിടക്കുന്നില്ലേ രാധികയെ? നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കരുതിയിരുന്നത്. എന്റെ മകനൊരു ആപത്തിപ്പെടുമ്പോ അത് കണ്ട് സന്തോഷിക്കാൻ എനിക്കാവില്ല. സങ്കടപ്പെടാൻ മാത്രം ഇവിടിപ്പോ എന്താ ഉണ്ടായത്? സുധി എന്റെയും കൂടെ മോനല്ലേ? അവന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞല്ലേ? പരസ്പരം അറിയാവുന്ന രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിച്ചാല് ആ ജീവിതം എങ്ങനെയാ നശിക്കുന്നത്? നീ നോക്കിക്കോ, അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദമ്പതികളായി മാറുന്നത്. ആശ്വാസത്തിന് അങ്ങനെയൊക്കെ വിചാരിക്കാം. ജീവിക്കേണ്ടത് അവനല്ലേ? സത്യം നമ്മുടെ സുധിയുടെ ഭാര്യയാണ്. അവൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. സുധിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നോ അതേപോലെ സത്യയെയും സ്നേഹിക്കണം. ഇന്നു മുതൽ ഇത് സത്യയുടെയും കൂടി വീടാണ്. സുധിക്ക് അംഗീകരിക്കാൻ കഴിയാത്തവളെ എനിക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇന്നല്ലെങ്കിൽ നാളെ സുധി സത്യയെ അംഗീകരിക്കും. അവളെ ആർക്കും അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. എനിക്കറിയില്ല എന്റെ ഈശ്വര, എന്തൊരാപത്തെ ഈ കുടുംബത്തിൽ വന്നു ചേർന്നെന്ന്.
സുധി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇല്ലെന്നുള്ളൊരു വിഷമേ ഉണ്ടാവത്തുള്ളായിരുന്നു. ഇതിപ്പോ അവന്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് നമ്മൾ എങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും? നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. സുധിക്ക് ഒരു മനസമാധാനക്കേടും ഉണ്ടാവില്ല. ഞാനല്ലേ പറയുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മാറ്റിവെച്ച് സുധിയുടെയും സത്യയുടെയും നല്ല ഭാവിയെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ ഉറങ്ങും. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. വിക്രമ, എന്താടി? ഗുഡ് നൈറ്റ്. ബാഡ് നൈറ്റ്.